ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്ക് മാർക്കറ്റിനെ ഒന്ന് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള വിശകലനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. വിവിധപരമായിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്, ഫുൾ ടൈം ബ്രോക്കേഴ്സിൻ്റെ സേവനം ലഭ്യമാണ്. അതിൽ ഏറ്റവും പുതിയതായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റോക്കാർട്ടാണ്. SMCയുടെ പ്രശസ്ത ബ്രോക്കിംഗ് ഫേമായിട്ടുള്ള SMCയുടെ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് വിഭാഗമായിട്ടുള്ള സ്റ്റോക്കാർട്ട് അവരുടെ സേവനം കേരളത്തിൽ ലഭ്യമാക്കുകയാണ്. നിങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. ഇന്നത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കിട്ടിയത്. എപ്പോഴത്തെയും പോലെ ഇന്നും ഒരു റെക്കോർഡ് ഇടുകയുണ്ടായി. നിഫ്റ്റി ഏറ്റവും ഉയരങ്ങളിലേക്ക് പോവുകയും പിന്നീട് ഒരു കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതിനുശേഷം താഴോട്ട് വന്ന നിഫ്റ്റി വീണ്ടും അവസാന സമയങ്ങളിൽ ഒരു റിക്കവറി കണ്ടു. 3 ഫേസ് ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് സൂക്ഷ്മമായി വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുക. ആദ്യം രാവിലെ തന്നെ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു. അതിനുശേഷം വ്യക്തമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ കാണുന്നു. അതിനുശേഷം താഴോട്ട് വരുന്ന നിഫ്റ്റിയിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡിയിങ് ആയിട്ടുള്ള ബൈയിങ് കണ്ടതിന് ശേഷം വീണ്ടും ഉയർന്നു വരുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ലോവർ ലെവലിൽ ബൈയിങ്ങും ഒരു പർട്ടിക്കുലർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ്. കാരണം ഇന്നലത്തെ ആ ഒരു ഉയർച്ചയ്ക്ക് ശേഷം വീണ്ടും ഇന്നും ഒരു ഉയർച്ച കൂടി വന്നതോടുകൂടി പ്രോഫിറ്റ് ബുക്കിംഗ് വരികയുണ്ടായി. അത് സ്വാഭാവികമായും നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തു. അതിനുശേഷം സ്ഥിരമായിട്ടുള്ള ഒരു അപ് ട്രെൻഡ് എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഒരു അപ് ട്രെൻഡ്, ഫൈനൽ ട്രെൻഡ് അപ്പിലേക്ക് തന്നെ എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ബൈയിങ് തന്നെയാണ് അവസാന നിമിഷം വന്നത്. അതിനുശേഷം നിഫ്റ്റി വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് നമുക്ക് നൽകിയത്. ഏകദേശം 15,313, അതായത് 1 പോയിൻറ്റിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിൽ 49 പോയിൻ്റ് നഷ്ടവും നിഫ്റ്റി ബാങ്കിൽ 207 പോയിൻ്റ് നഷ്ടവുമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു. ഇന്നലെ അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ നിന്നും ക്ലൂസ് ഒന്നും വന്നില്ല. ഇപ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ആണ്. ഏകദേശം ഡോ ജോൺസ് 98 പോയിൻ്റ് അപ്സൈഡിലാണ് കാണിക്കുന്നത്. നാസ്ഡാക്ക് നോക്കിക്കഴിഞ്ഞാൽ 63 പോയിൻറ്റും S&P 500 14 പോയിൻറ്റും ഉയർന്നിട്ടാണ് കാണുന്നത്. ഇന്നും US-ൽ നല്ലൊരു ട്രേഡിംഗ് ദിവസമാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ അതിൻ്റെ ചുവട് പിടിച്ച് ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ബൈയിങ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. FIIസിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,144 കോടി രൂപയുടെ ബൈയിങ് ആണ് FIIസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1,559 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് നിഫ്റ്റിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് 15,150-നും 200-നും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ്. 15,150 to 15,200 എന്ന് പറയുന്ന ഒരു ലോവർ ലെവൽ ബേസ് ലൈനായിട്ട് നിഫ്റ്റിക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. മുകളിലേക്ക് 15,500 തന്നെയാണ് നിഫ്റ്റി ആദ്യമായിട്ട് ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നിഫ്റ്റി 50-ലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗെയിനേഴ്സായിട്ടുള്ളത് പവർ ഗ്രിഡ് ആണ്. ഏകദേശം 6% അപ്സൈഡ് വന്നു. ടാറ്റ സ്റ്റീൽ, അതുപോലെ തന്നെ ONGC, ഹിൻഡാൽകോ, NTPC പ്രധാനമായിട്ടും മെറ്റൽ, ബാങ്കിങ്, ഓഹരിയിൽ ഷെയറുകളിലാണ് പ്രധാനമായിട്ടുള്ള ബൈയിങ് കണ്ടത്. ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിലും ഇന്ന് നല്ല രീതിയിലുള്ള ബൈയിങ് കണ്ടു. ഏകദേശം പവർ ഗ്രിഡ്, ഹിൻഡാൽകോ, കൊട്ടാക് ബാങ്ക്, അദാനി പോർട്ട്, JSW സ്റ്റീൽ എന്നീ ഓഹരികൾ 52 വീക്സ് ഹൈയിനടുത്ത് ക്ലോസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഇന്നൊരു സ്റ്റോക്കും നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകളിൽ 52 ലോ വീക്സിനടുത്തേക്ക് അല്ലെങ്കിൽ 52 വീക്സ് ലോയിനടുത്തേക്ക് പോവുകയുണ്ടായില്ല. ആവറേജ് വോളിയം ഡെലിവറി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ കൂടുതൽ ഡെലിവറി പെർസെൻറ്റേജ് കണ്ടത് ഇൻഫോസിസിലും ബ്രിട്ടാനിയ, BPCL, TCS, HDFC കമ്പനികളിൽ ഡെലിവറി പെർസെൻറ്റേജ് വളരെയേറെ കൂടുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകളിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വോളിയം ഇന്ന് കണ്ടത് ONGC, പവർ ഗ്രിഡ്, നെസ്ലെ, കൊട്ടാക് ബാങ്ക്, JSW സ്റ്റീൽ സ്റ്റോക്കുകളിലാണ്. അതുപോലെ തന്നെ ഹൈ വോളിയം, അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ മൊമെൻറ്റം കാണിച്ച സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡ്, ONGC, NTPC, കൊട്ടാക് ബാങ്ക്, മാരുതി എന്നീ സ്റ്റോക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2-3 കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും മാർക്കറ്റിനെ നയിച്ചത്. ഒന്ന്, ബാങ്കിങ് സെക്ടറിലുള്ള ന്യൂസുകൾ തന്നെയാണ്. പ്രധാനപ്പെട്ടും 4 ബാങ്കുകളെ ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായിട്ട് അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അസറ്റ് മോണിറ്റൈസേഷൻ വഴി ബാങ്കുകളെ പ്രൈവറ്റൈസ് ചെയ്യാൻ ഗവൺമെൻറ് ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ്. അതിൽ പ്രധാനപ്പെട്ട ബാങ്കുകളായിട്ടുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ 4 ബാങ്കുകളാണ് ഗവൺമെൻറ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വാർത്തയാണ് ഈ 4 ബാങ്കുകളിൽ പ്രധാനമായിട്ടുള്ള ബൈയിങ് നടക്കാൻ കാരണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ആഗോള വിപണിയിലുള്ള ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് റിസ്യൂം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റീൽ കമ്പനികൾ നല്ല രീതിയിലുള്ള ബൈയിങ് കണ്ടു.
JP മോർഗൻ ബ്രോക്കിംഗ് ഫേമിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് റിപ്പോർട്ട് ഹിൻഡാൽക്കോയുടെ മുകളിൽ വരികയുണ്ടായി. ഏകദേശം 350 മുകളിലേക്കും അതുപോലെ തന്നെ മറ്റു പല ബ്രോക്കിംഗ് ഫേമുകളും ഹിൻഡാൽക്കോയെ റേറ്റിംഗ് കാൻഡിഡേറ്റായിട്ട് പരിഗണിക്കുകയും 500 മുകളിൽ വരെ പോകാനുള്ള സാധ്യത ഹിൻഡാൽക്കോയിന് കൽപ്പിക്കുകയും ചെയ്തതോടുകൂടി ഹിൻഡാൽക്കോ ഓഹരികളിലും നല്ല രീതിയിലുള്ള ഒരു ബൈങ് ഇന്ന് കാണുവാൻ സാധ്യമായി. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഡെവലപ്മെൻറ്റ് എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി ഏകദേശം സെക്കൻഡറി സ്റ്റീൽ മേക്കേഴ്സ് ഉപയോഗിക്കുന്ന സ്റ്റീലുകൾ കൂടി ഉപയോഗിക്കാം എന്ന് കണ്ടതോടുകൂടി ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ റോഡ് ഡെവലപ്പിംഗ് കമ്പനീസിൻ്റെ സ്റ്റോക്കുകളിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണുകയുണ്ടായി. അടുത്ത മാസത്തോടുകൂടി മാർച്ച് അവസാനത്തോടുകൂടി നിഫ്റ്റിയുടെ റീഷഫ്ലിംഗ് നടക്കുകയാണ്. ഇതിൽ 2 ഓഹരികളാണ് ഇതിൽ ഇടം പിടിക്കാൻ പോകുന്നത്. ഒന്ന് ടാറ്റ കൺസ്യൂമറാണ്. ടാറ്റ കൺസ്യൂമർ നിഫ്റ്റിയിലേക്ക് വരികയും അതുപോലെ തന്നെ ഗെയിൽ എന്ന് പറയുന്ന സ്റ്റോക്ക് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിഫ്റ്റിയിൽ നിന്നും പുറത്താവുകയും ചെയ്യുന്ന എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളും മറ്റും നോക്കുകയാണെങ്കിൽ ഏകദേശം ഗെയിലിൽ 510 കോടി രൂപയുടെ ഒരു സെല്ലിംഗ് വരാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമറിൽ ഏകദേശം 760 കോടി രൂപയുടെ ഒരു ബൈയിങ് വരാനാണ് ചാൻസ് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൽ ടാറ്റ കൺസ്യൂമറിന് പകരം അവന്യൂ സൂപ്പർ മാർക്കറ്റിനാണ് കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്നത്. പക്ഷേ അവന്യൂ സൂപ്പർ മാർക്കറ്റ് F&O സെഗ്മെൻറ്റിൽ ഇല്ലാത്തതുകൊണ്ടാണ് ടാറ്റ കൺസ്യൂമർ നിഫ്റ്റിയിലേക്ക് വരുന്നതും അതുപോലെ തന്നെ ഗെയിൽ നിഫ്റ്റിയിൽ നിന്നും പുറത്തു പോകുന്നതായിട്ടും അറിയുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത് നാസ്കോം, ഇന്ത്യയിലെ IT കമ്പനികളുടെ അസോസിയേഷനായിട്ടുള്ള നാസ്കോം IT സെക്ടറിൽ നടത്തിയിരിക്കുന്ന ഒരു സർവേ ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻ IT കമ്പനികളുടെ ഭാവി, അതായത് 2021 മുതൽ 2024 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറുള്ള പെർഫോമൻസിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. 2.3% ഗ്രോത്താണ് ഈ IT സെക്ടറിൽ പാൻഡമിക് സമയത്ത് നാസ്കോം നടത്തിയ സർവേയിൽ IT സെക്ടറിൽ കാണിച്ചിരിക്കുന്നത്. 19,400 കോടി ഡോളറിൻ്റെ നിക്ഷേപമാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല കൊറോണയോട് കൂടി അല്ലെങ്കിൽ ഈ ഗ്ലോബൽ പാൻഡമിക്കിൻ്റെ ഭാഗമായിട്ട് കമ്പനികൾ കൂടുതൽ IT ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ തന്നെ IT ഡെവലപ്മെൻറ്റ് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിട്ടും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് കൂടുതലായിട്ടും ചിലവാക്കുന്നതായിട്ടും ഈ സർവേയിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഇത് ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലും ഏഷ്യ പസഫിക്കിലും ഉണ്ടായിരുന്ന ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇന്ത്യൻ IT കമ്പനികൾക്കുണ്ടായിരുന്ന വ്യക്തമായ മുന്നേറ്റം വരും വർഷങ്ങളിൽ കാണും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലുള്ള പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ ഇന്ത്യൻ IT കമ്പനികളുടെ പിടിമുറുകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ക്ലൗഡ് അഡോപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത സംരംഭങ്ങളിലേക്ക് ഇന്ത്യൻ IT കമ്പനികൾ ബഹുദൂരം മുന്നേറിയതായിട്ടും ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല IT സെക്ടറിൽ ഹയറിംഗ് വളരെ പോസിറ്റീവ്, മറ്റു സെക്ടറുകളിൽ ജോലി നഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ജോലി അധികമായിട്ട് തൊഴിൽ സാധ്യതകൾ കുറയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ IT സെക്ടറുകളിൽ ഹയറിംഗ് ചാൻസ്, അതായത് ജനങ്ങളെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകുന്നതിനുള്ള ഒരു സെക്ടറായിട്ട് വരും വർഷങ്ങളിൽ IT മേഖല മാറും എന്നാണ് ഈ നാസ്കോം നടക്കുന്ന സർവേയിൽ കാണിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ IT കമ്പനികളായിട്ടുള്ള ഇൻഫോസിസ്, അതുപോലെ തന്നെ ടെക് മഹീന്ദ്ര, TCS, വിപ്രോ തുടങ്ങിയ കമ്പനികൾക്കാണ് ഇതിൽ നിന്നും കൂടുതൽ, അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് IT കമ്പനികളുള്ള മൈൻട്രി പോലുള്ള കമ്പനികൾക്ക് വളരെയേറെ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നാസ്കോമിൻ്റെ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹിൻഡാൽക്കോയുമായിട്ട് ബന്ധപ്പെട്ടാണ്. JP മോർഗൻ ഹിൻഡാൽക്കോയുടെ ടാർഗറ്റ് 335 കൂട്ടിയിരിക്കുന്നു. മാത്രമല്ല ഗ്ലോബൽ ട്രിഗറുകൾ തന്നെയാണ് ഹിൻഡാൽക്കോയെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറ്റുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2024 കൂടി ഏകദേശം 500 രൂപയുടെ ടാർഗറ്റാണ് പല ഇൻ്റർനാഷണൽ ബ്രോക്കിംഗ് ഏജൻസികളും റേറ്റിംഗ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള ഹിൻഡാൽക്കോയിൽ പ്രവചിക്കുന്നത്. ഹിൻഡാൽക്കോയുടെ സബ്സിഡറി കമ്പനിയായിട്ടുള്ള നൊവാറ്റിസ് അവരുടെ ഇബിറ്റ പെർ ടൺ അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണെന്ന് പറയുന്നു. മാത്രമല്ല ഇലക്ട്രിക് വെഹിക്കിൾസുകൾ വരുന്നതോടുകൂടി അലൂമിനിയം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഡിമാൻഡ് വളരെയേറെ കൂടും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇതിന് ആധാരമായി പറയുന്നത്. 2-3 വർഷം കൊണ്ട് ഹിൻഡാൽക്കോ അത് 600 രൂപയ്ക്ക് മുകളിൽ പോകും എന്ന് പ്രതീക്ഷിക്കുന്ന ഇൻ്റർനാഷണൽ ബ്രോക്കേഴ്സ് കൂടി ഉണ്ട് എന്നറിയുന്നതാണ് ഹിൻഡാൽക്കോയുടെ ബൈയിങ് താല്പര്യം ഇന്ന് ഇത്രയും കൂടാൻ കാരണം. മാത്രമല്ല EV സെഗ്മെൻറ്റിൽ നൊവാറ്റിസ് റീസൈക്കിൾഡ് അലൂമിനിയം പ്രോസസ്സ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കമ്പനിയായിട്ടുള്ള നൊവാറ്റിസ്, നൊവാലിസ് ഇത് ഹിൻഡാൽക്കോയുടെ സബ്സിഡറിയാണ്. ഇത് ഇലക്ട്രിക് വെഹിക്കിൾസുകൾ വരുന്നതോടുകൂടി ഈ ഒരു മേഖലയ്ക്ക് വളരെയേറെ പ്രാധാന്യം കിട്ടാൻ അവസരമുള്ള ഒരു സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത്. ഇതും കൂടിയാണ് ഹിൻഡാൽക്കോയിലേക്കുള്ള ബൈയിങ് ഇൻട്രസ്റ്റ് കൂടാൻ കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അവരുടെ ജെറ്റ് ഫ്യൂവലിൻ്റെ പ്രൈസ് 3.6% കൂട്ടിയതായി അറിയിച്ചിരിക്കുന്നു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഗൂഗിളുമായിട്ട് ഒരു ടൈപ്പിൽ വന്നിരിക്കുന്നു. അവരുടെ ക്ലൗഡ് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് കമ്പനി NSE എക്സ്ചേഞ്ചിൽ നടങ്ങിയിരിക്കുന്ന വിവരം. പ്രധാനപ്പെട്ട ബിവറേജ് കമ്പനിയായിട്ടുള്ള വരുൺ ബിവറേജ് അവരുടെ
Q3 റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നു. അതിൽ 19.7 കോടി രൂപയുടെ നഷ്ടമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോസ് ആയിട്ടുള്ള 59.31 കോടി രൂപയുടെ നഷ്ടത്തിന് പുറമെയാണ് ഇപ്പോൾ ലോസ് കുറഞ്ഞ് 19.7 കോടി രൂപയുടെ ലോസായി കാണിക്കുന്നത്. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ 1240 കോടിയിൽ നിന്നും കൂടി 1350 കോടി രൂപയായിട്ട് കമ്പനിയുടെ റവന്യൂ കൂടിയതായിട്ട് കാണുന്നു. ഐഡിയ ടെലികോം സെക്ടറിലുള്ള ഐഡിയ ഇന്നു മുതൽ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് അൺലിമിറ്റഡ് നൈറ്റ് ടൈം ഡാറ്റ സർവീസ് തുടങ്ങിയതും ഐഡിയ വഡാഫോൺ കമ്പനി ഇന്ന് എക്സ്ചേഞ്ചിനെ അറിയിച്ചു. അതുപോലെ തന്നെ നിയോജൻ കെമിക്കൽ എന്ന് പറയുന്ന കമ്പനിയുടെ Q3 റിസൾട്ടിൽ ഏകദേശം 4% ഉയർച്ച പ്രോഫിറ്റിൽ കാണിച്ചു. RPP ഇൻഫ്ര അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായിട്ടുള്ള RPP ഇൻഫ്ര അവർക്ക് 158 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല കോവിഷീൽഡ് ഇന്ത്യയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോവിഡ് വാക്സിനായിട്ടുള്ള കോവിഷീൽഡ് അവർക്ക് WHO അംഗീകാരം കിട്ടിയതും ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി. ഗ്രാസിം അവരുടെ 750 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് പെയിൻറ്റ് യൂണിറ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് തമിഴ്നാട്ടിൽ സൈൻ ചെയ്തതായിട്ട് അറിയിച്ചു. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ 525 കോടി രൂപയുടെ ഒരു പ്ലാന്റ് തമിഴ്നാട്ടിൽ സ്ഥാപിക്കുന്നതായിട്ട് പറയുന്നു. ടാറ്റ ഗ്രൂപ്പ് ഏകദേശം 68% സ്റ്റേക്ക് ബിഗ് ബാസ്ക്കറ്റിൽ 9500 കോടി രൂപയ്ക്ക് വാങ്ങുന്നതായിട്ടും അറിയിക്കുന്നു. ടാറ്റ ഇലക്ട്രോണിക്സ് അവരുടെ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അവരുടെ തമിഴ്നാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്തതായിട്ട് അറിയുന്നു. ആമസോൺ ഇന്ത്യയിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ മാനുഫാക്ചർ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നു. അതുപോലെ തന്നെ സവിത ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനി അവരുടെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യുന്നതിനായിട്ട് ഒരുങ്ങുന്നു. അതിന് 19 ഫെബ്രുവരിയാണ് ഡേറ്റ് വെച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ട് സീസൺ കഴിഞ്ഞതായിട്ടാണ് നമുക്ക് ഏകദേശം കാണുന്നത്. ഇനി വരുന്ന മൂവുകൾ പ്രത്യേകിച്ചും ഗ്ലോബൽ മാർക്കറ്റിനും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്പെസിഫിക് അനൗൺസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവുകൾ ഏകദേശം അവസാനിച്ചതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകളുമായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. പ്രധാനപ്പെട്ടത് ഗ്ലോബൽ മാർക്കറ്റിൽ US നിന്നുള്ള സ്റ്റിമുലസ് പാക്കേജിൻ്റെ പ്രഖ്യാപനമാണ് മാർക്കറ്റ് ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൂടി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ 15,500 എന്ന് പറയുന്ന പ്രതിരോധം നിഫ്റ്റി വളരെ നിഷ്പ്രയാസം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകും. അല്ല എങ്കിൽ വീണ്ടും 15,500 വീണ്ടും നിഫ്റ്റിക്ക് ഒരു പ്രതിരോധമാകുമോ എന്നുള്ളതാണ് നമുക്ക് കാണാനുള്ളത്. ഏതായാലും ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡാറ്റാസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോങ് ബിൽഡപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത് ടാറ്റ പവർ, അതുപോലെ തന്നെ VEDL, വേദാന്ത, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, NTPC, അദാനി പോർട്ട്, ONGC, ടാറ്റ സ്റ്റീൽസ്, മദർസൺ സുമി, കോൾ ഇന്ത്യ ഷെയറുകളിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ലോങ് ബിൽഡപ്പ് കാണുവാൻ കാണിച്ചത്. അതുപോലെ ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഷോർട്ട് ബിൽഡപ്പ് നോക്കിക്കഴിഞ്ഞാൽ GMR ഇൻഫ്ര, IDFC ഫസ്റ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, അശോക് ലാലൻഡ്, ഗെയിൽ, BEL, അപ്പോളോ ടയേഴ്സ്, മണപ്പുറം എന്നീ കമ്പനികളിൽ വളരെ നല്ല രീതിയിലുള്ള ഷോർട്ട് ബിൽഡ് ചെയ്തതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇന്ന് ഷോർട്ട് കവറിംഗ് കണ്ട പ്രധാനപ്പെട്ട ഓഹരികൾ BHEL, സെയിൽ, ഭാരതി എയർടെൽ, കാനറ ബാങ്ക്, IOC, നാഷണൽ അലൂമിനിയം, NMDC പോലുള്ള കമ്പനികളിലാണ് പ്രധാനപ്പെട്ട ഷോർട്ട് കവറിംഗ് കാണുന്ന ഇടയായത്. അതുപോലെ തന്നെ ഇന്നലെ മുതൽ ചാനലിൻ്റെ ചില സബ്സ്ക്രൈബേഴ്സ് പറയുകയുണ്ടായി മിധാനി എന്ന് പറയുന്ന സ്റ്റോക്ക് എന്താണ് ചെയ്യേണ്ടത്, കുറച്ച് താഴെ പോകുന്നു എന്നുള്ളത്. മിധാനി ഒരിക്കലും തന്നെ ഒരു ചെറിയ കാലയളവിലേക്ക് വേണ്ടി പറഞ്ഞ ഒരു സ്റ്റോക്കല്ല. ഒരു സ്വിംഗ് ടു ലോങ് ടൈം ട്രേഡിലേക്ക് ഹോൾഡ് ചെയ്യാൻ അതിൻ്റെ യുണീക്ക് ബിസിനസ് മോഡൽ കൊണ്ട് തന്നെയാണ് ആ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തതും അത് ഇപ്പോൾ ടെക്നിക്കലി കുറച്ച് ബാരിഷ് മോഡിലേക്ക് പോകുന്നതുമായിട്ട് കാണുന്നത്. അതിൽ പരിഭ്രാന്തരാവേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം KPIT ടെക്നോളജി എന്ന് പറയുന്നൊരു സ്റ്റോക്ക് ഞാനൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 120 നിലവാരങ്ങളിലാണ് അത് ചെയ്തത്. അതിനുശേഷം സ്റ്റോക്ക് 90 രൂപ വരെ പോവുകയുണ്ടായി. അതിനുശേഷം ശക്തമായിട്ട് 140 മുകളിലേക്ക് സ്റ്റോക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മിധാനി എന്ന് പറയുന്ന കമ്പനിയെ സജസ്റ്റ് ചെയ്യാനും കാരണം അതിൻ്റെ യുണീക്ക് ബിസിനസ് മോഡലും മറ്റുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ്. ടെക്നിക്കലി സ്റ്റോക്ക് വീക്കാണ്. ഓക്കെ, ടെക്നിക്കൽ ഫോളോ ചെയ്യുന്നവർക്ക്, ടെക്നിക്കലി ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള, ഞാൻ പറയാറുണ്ട് എപ്പോഴും സ്റ്റോക്ക് ഞാൻ എൻ്റെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എൻട്രി എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ എക്സ്പേർട്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്. അതിന് പുറമെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പല സ്റ്റോക്കുകളും, അത് MSTC ആയിക്കോട്ടെ, ഹെമിസ്ഫെയർ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, JK ടയേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ പല സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ള റിട്ടേണുകൾ വരികയുണ്ടായി. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടത്, അല്ലെങ്കിൽ നിക്ഷേപകർക്ക് വേണ്ടത് കുറച്ച് പേഷ്യൻസും ക്ഷമയും കാത്തിരിക്കാനുള്ള മനസ്സുമാണ്. അപ്പോൾ അതിൽ പരിഭ്രാന്തരാവേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡ് നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൻസ് അനുസരിച്ചിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്.
അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും എന്താ പറയുക, അവനവൻ്റെ ഡിസിഷൻസ് കൂടി പരിഗണിക്കുക. അവരവർക്ക് അറിയുന്ന ടെക്നിക്കൽസോ അല്ലെങ്കിൽ അവരുടെ അഡ്വൈസേഴ്സിനോട് കൂടി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്കുകൾ ബിൽഡപ്പ് ചെയ്യുക. പേഷ്യൻസ് കുറച്ച് കാണിക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റോക്കിലേക്ക് തിരിച്ച് മൂവ്മെൻറ്റ് വരുന്നതായിട്ട് കാണാം. ആ ഒരു മിധാനി 190 195 നിലവാരത്തിലാണ് പറഞ്ഞത്. ആ ഡിസ്കഷന് ശേഷവും മിധാനി എനിക്ക് തോന്നുന്നു 200 മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് തിരിച്ച് കറക്റ്റ് ചെയ്ത് വരികയാണ് ഉണ്ടായത്. ഞാനും എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് മിധാനി അല്ലെങ്കിൽ മിശ്ര ധാതു നിഗം ലിമിറ്റഡ് എന്ന് പറയുന്നത്. മറ്റുള്ള നമ്മുടെ സ്റ്റോക്കുകളൊക്കെ കുറച്ചുകൂടി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മാർക്കറ്റാണ്, നഷ്ടസാധ്യതകൾ എല്ലായ്പ്പോഴും മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ നന്ദി, നമസ്കാരം.